നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു. തങ്ങളുടെ 4 സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സേന ഔദ്യോഗികമായി അറിയിച്ചു. സിറിയൻ സൈനികരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഡമാസ്കസിന്റെ പടിഞ്ഞാറ് അൽമസക് സമീപമുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തെ ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് യൂണിറ്റാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഹൊജതുള്ള ഒമിദ്വാർ, അലി അഗസാദെ, ഹുസൈൻ മുഹമ്മദി, സെയ്ദ് കരീമി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4 മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. 4 നില കെട്ടിടവും പൂർണ്ണമായി തകർന്നു. ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സിറിയയിലെ ദീർഘകാല IRGC ഉപദേശകനായിരുന്ന ഇറാൻ ജനറൽ സയ്യിദ് റാസി മൗസവി കൊല്ലപ്പെട്ടിരുന്നു. മൊസാദ് കേന്ദ്രങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തിയ ഇറാനുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടെ മേഖലയിൽ കാര്യങ്ങൾ പ്രക്ഷുബ്ധമാവും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടന്നാൽ സംഘർഷം പിന്നെ എവിടെ ചെന്ന് അവസാനിക്കും എന്നത് കണ്ടറിയേണ്ടി തന്നെ വരും. ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചതെന്നാണ് വിവരം. ഇറാഖിലെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ ഇസ്രായേലിന്റെ ചാരപ്രവർത്തന കേന്ദ്രമാണ് ഇറാൻ ആക്രമിച്ചത്. 1ലധികം കേന്ദ്രങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ ആക്രമണം നടത്തിയതായി അന്ന് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാഖി കുർദിസ്ഥാന്റെ തലസ്ഥാനമായ അർബിലിലെ ഒരു ചാര ആസ്ഥാനവും ഇറാനിയൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രവും ആക്രമണത്തിൽ ഇറാൻ നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ കീഴിലുള്ള ആസ്ഥാനങ്ങളാണ് അന്ന് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ ഇസ്രായേലി വ്യവസായി പെർഷോ ദിസായും ഉൾപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാവുമെന്നത് അന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിറിയയിലും ഇറാഖിലുമൊക്കെയുള്ള ഇരുവരുടെയും കേന്ദ്രങ്ങൾക്ക് നേർക്കാണ് ഇപ്പോൾ പരസ്പരം ആക്രമണം നടത്തുന്നത്. ഇത് പരസ്പരമുള്ള പോരിലേക്ക് നീങ്ങിയാൽ പ്രത്യാഘാതം ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും.